അങ്ങനെ ബിഗ് ബോസ് സീസൺ ഫിനാലെയൊക്കെ കഴിഞ്ഞു. അനുമോള് കപ്പുമായിട്ട് വീട്ടിൽ പോയി. പക്ഷേ ഫിനാലെ കഴിഞ്ഞു, ടൈറ്റിൽ വിന്നറായിട്ട് അനുമോൾ മാറിയിട്ടുണ്ട്, അനുമോൾക്ക് കപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനുൾപ്പെടെ ഒരു 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനസ്സിലെ വിന്നർ എന്ന് പറയുന്നത് അനീഷ് മാത്രമാണ്. ഒരു പക്ഷേ എനിക്ക് അനുമോളോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല കാരണം കേട്ടോ. ഒരു പക്ഷേ ഈ ഒരു സീസണിൽ അനീഷ് ഇല്ലായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 10,000% ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തേനെ. അനുമോളെ എനിക്കിഷ്ടമാണ്. അനുമോളെ ടമാർ പടാറും സ്റ്റാർ മാജിക്കും ഈ അനുവിൻ്റെയും തങ്കച്ചൻ്റെയും ഒക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കുത്തിയിരുന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. എനിക്ക് അനുമോളെ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഈ സീസണിൽ അനീഷ് ഇല്ലായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് അനീഷിനോട് ഇത്ര സ്നേഹം വരാമെന്ന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു ക്യാരക്ടർ മാറിയ ഒരു മാറ്റമാണ്. വന്ന ഒരു സമയത്ത് നമുക്കറിയാം, ആദ്യത്തെ ആ ഒരു കുറേ നാളുകളിലുള്ള എപ്പിസോഡൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അനീഷ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തിരുന്നതെന്ന്. അയാളുടെ ആ കുറച്ച് ഡയലോഗ്സ് വരെ വളരെ ഹിറ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് തുടങ്ങി ഒരുപാട് ഡയലോഗുകൾ ഹിറ്റാണ്. ഒരു കാര്യം തന്നെ 10,000 10,000 വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് കൂടെ ഇരിക്കുന്ന മനുഷ്യരെയും നമ്മൾ കാണുന്ന മനുഷ്യരെയും നേരെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പുള്ളിക്കാരന്. ഫസ്റ്റ് എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു മനുഷ്യനാണിത്, ഇയാളെന്താണ് ഇങ്ങനെ ഒരു കാര്യം തന്നെ 20,000 വട്ടം പറയുമല്ലോ എന്നൊക്കെ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ ആ ഒരു വീക്കെൻഡിൽ ലാലേട്ടൻ വന്നപ്പോൾ ലാലേട്ടൻ തന്നെ പറയുണ്ടായി, ഒരു കാര്യം തന്നെ ഒരു കുറേ വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും ഇറിറ്റേഷൻ ഉണ്ടാവുകയില്ലേ എന്ന രീതിയിൽ സംസാരം വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അനീഷിന് അതിൽ നിന്ന് മനസ്സിലായി സംഭവം പോകുന്നത് റോങ് ആയിട്ടാണ്. പക്ഷേ പുള്ളിക്ക് ആ ഒരു ക്യാരക്ടർ പുള്ളി പിടിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നിരിക്കാം. പക്ഷേ എനിഹാവ് പുള്ളിക്കാരൻ്റെ ആ ഒരു സ്ട്രാറ്റജി വർക്കൗട്ടായി. കുറേ പേര് പുള്ളിക്കാരനെ ഒറ്റപ്പെടുത്തലിൻ്റെ ഒരു പരിപാടികളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ പുള്ളി അതിൽ നിന്നൊക്കെ എന്താ പറയുക പുറത്തേക്ക് വന്നു. പിന്നെ അനീഷിൻ്റെ ക്യാരക്ടർ ചേഞ്ചിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഷാനവാസാണ്. ഇപ്പം ഷാനവാസിനോട് പറഞ്ഞ ഡയലോഗ്, ഇപ്പോൾ ഞാനൊരു കയ്യകലത്തിൽ മാത്രമേ നിന്നെ ഞാൻ നിർത്തുകയുള്ളൂ എന്ന് പറഞ്ഞിടത്ത് നിന്നും ഹൃദയം തൊട്ടറിയുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിലേക്ക് ഷാനവാസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഷാനവാസ് അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓരോ വട്ടവും അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് എന്താ പറയുക, ഷാനവാസ് അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു സൗഹൃദം എടുക്കാൻ വേണ്ടി, ആ ഒരു സൗഹൃദത്തിലേക്ക് അനീഷിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷാനവാസ് അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം വളരെ ഒരു രസകരമായ എപ്പിസോഡുകളായിരുന്നു. ഷാനവാസും അനീഷും തമ്മിലുള്ള കുറേ സീക്വൻസുകൾ ഭയങ്കര നമുക്കത് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് അത് കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ അതായത് അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്ത രീതി വളരെ മാന്യമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഒരു ഡ്രാമയോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് വളരെ നോർമലായിട്ട് വളരെ എന്താ പറയുക ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒരു സ്ത്രീയെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് പുള്ളിക്കാരൻ കാണിച്ചു തന്നത്. എന്താ പറയുക എന്നെപ്പറ്റി എന്താണ് അഭിപ്രായം, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് എത്ര ഒരു അത്ര എന്താ പറയുക നമ്മൾ അതിനെ ആ ഒരു ബിഹേവിയറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അല്ലേ. ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ചോദിക്കുന്നത്. ഒരു ഡ്രാമയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ വലിയ ഇമോഷണൽ കാര്യങ്ങളോ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യം പുള്ളിക്കാരൻ അവതരിപ്പിച്ചു, നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. അതിനെ ഓപ്പോസിറ്റ് ഇരുന്ന ആൾ, അതായത് അനുമോള്, അത് റിജക്റ്റ് ചെയ്തു. പക്ഷേ ആ ഒരു അഭിപ്രായത്തെ പോലും അനീഷ് മാനിച്ചു എന്നുള്ളതാണ്. പുള്ളി പിന്നെ പറയുന്നുണ്ട്, ഞാനത് അവിടെ കഴിഞ്ഞ ഒരു കാര്യമാണ്, അത് നിങ്ങൾ അതിലേക്ക് പിന്നെ അത് എടുത്തിടരുതെന്ന് പറഞ്ഞ് ആ സബ്ജക്റ്റിനെ പിന്നെ വീണ്ടും ക്ലോസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം എന്താ പറയുന്നത്, അപ്പം ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പുള്ളി എന്തോ ആയിക്കോട്ടെ, നമ്മൾ അറിയില്ല പുള്ളിയുടെ കഴിഞ്ഞ കാലം ഒന്നും നമുക്കറിയേണ്ട കാര്യമില്ല. പുള്ളി ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് ആ 100 ഡേയ്സ് അവിടെ നിന്ന ദിവസം വരെ പുള്ളി എങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറിയത് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. പുള്ളിയുടെ കഴിഞ്ഞ കാലമോ പുള്ളിയുടെ മാരീഡ് ലൈഫോ ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല, ഒന്നും കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ആ ഇത്രയും കാലമായിട്ട് ഒരാൾ പോലും വന്നിട്ട് പുള്ളിക്കെതിരായിട്ട് പുള്ളി ഒരു സ്ത്രീവിരുദ്ധനാണെന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടത് പുള്ളി അപ്പോൾ ഒരുപാട് പേര് അനീഷിനെ പറ്റി പറഞ്ഞൊരു കാര്യമാണ്, പുള്ളി ഒരാളെ പറ്റി നെഗറ്റീവ് പറയില്ല, ഒരാളെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു ഗോസിപ്പ് കൂട്ടത്തിൽ നമ്മൾ അനീഷിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. 1-ാം ദിവസം തൊട്ട് 100 ദിവസം വരെ പുള്ളി ഒരു ഗോസിപ്പ് ഗ്രൂപ്പിലിരുന്ന ഒരാളെ പറ്റി കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരാളുടെയും പക്ഷം
പക്ഷം ചേർന്ന് മറ്റേ ആളെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതിന് പകരം ആർക്കെങ്കിലും ഒരു വിഷമമോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നീ ഓക്കെ അല്ലേടാ അത് ചോദിക്കുന്നു. അനുമോളുടെ ഈവൻ പ്ലാച്ചിയെ കാണാതെ പോയപ്പോഴും അത് പിന്നെ ബിഗ് ബോസിനോട് ക്യാമറയുടെ മുമ്പിൽ പോയി പറയുന്നതും എല്ലാ കാര്യത്തിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ അവരെല്ലാം പോയി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം അനീഷായിരുന്നു. അപ്പോൾ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് ഉറപ്പായിരുന്നു ഡെഫിനറ്റ്ലി എനിക്ക് ഫൈനൽ 2-ൽ അനീഷും അനുമോളും ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. ഫൈനൽ 3-ൽ അനീഷ്, ഷാനവാസ്, അനുമോളും തന്നെയായിരുന്നു ഞങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് സീസൺ തൊട്ട് ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് സീസൺ തൊട്ട് ഈ 7 സീസൺ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു മനസ്സിൽ ഈ വട്ടത്തെ ഈ ബിഗ് ബോസ് സീസൺ 7ൻ്റെ വിന്നർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അനീഷ് ആയിരിക്കണമെന്ന് തന്നെയായിരുന്നു. ഞാൻ ആ ഒരു ഫിനാലെ കാണുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ അതിലൊരു ഡൗട്ട്, പിന്നെ PR-ൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടു. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല. നമ്മളിതെല്ലാം കേൾക്കുന്ന കാര്യങ്ങളാണ്, നമുക്കറിയില്ല എന്താണ് സത്യമെന്ന് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു കോമണറായിട്ട് വന്ന് അനീഷിന് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. ഓരോ മനുഷ്യൻ്റെ ഹൃദയങ്ങൾ അനീഷിനൊരു പ്രത്യേക ഒരു സ്ഥാനമുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ ആ ഒരു ഫിനാലെ അനീഷ് നിൽക്കുമ്പോൾ പോലും ഞാൻ വിശ്വസിച്ചത് അനീഷ് വിന്നറാകും എന്ന് തന്നെയാണ്. അത്രമാത്രം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അതിജീവിച്ച് ആ ഒരു ക്യാരക്ടർ മാറ്റിയെടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറിലേക്ക് പുള്ളി ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് വന്നായിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി ആ ഓരോ കണ്ടസ്റ്റൻസും പറയുന്നുണ്ടായിരുന്നു അനീഷേട്ടൻ മാത്രമേ വിന്നറാവുള്ളൂ, അനീഷേട്ടൻ ആവണം എന്ന്. അപ്പോൾ നമ്മളെല്ലാം അനീഷിനെ അത്രമാത്രം സ്നേഹിക്കുന്നു. അയാളുടെ ആ ഒരു ക്യാരക്ടറിനെ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടു. അയാളെ സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചിന്തിച്ചത്. എനിവേ എല്ലാ സീസണിലും അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിലാണോ കപ്പ് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോ എന്ന് പറയേണ്ടി വരും. എൻ്റെ ഒരു ചിന്തയിൽ അഖിൽമാരാറിൻ്റെ നമ്മളങ്ങനെയാണല്ലോ ഓരോ സീസൺ അറിയപ്പെടുന്നത്. അഖിൽമാരാറിൻ്റെ സീസൺ ഡെഫിനറ്റ്ലി മാരാർ പുള്ളിക്കാരനായിരുന്നു അതിന് ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ. കപ്പ് ഉയർത്താനായിട്ടും ഡെഫിനറ്റ്ലി വിന്നർ ആവേണ്ടിരുന്ന ആളും കപ്പ് എടുത്ത ആളും അഖിൽമാരാർ തന്നെയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന സീസൺ റോബിൻ്റെ സീസൺ എന്ന് നമ്മളിപ്പോഴും പറയുന്ന റോബിൻ സീസണ്. ദിൽഷ വിന്നറായത് ഞാൻ ദിൽഷയ്ക്ക് വോട്ട് ചെയ്തത് റോബിൻ രാധാകൃഷ്ണ ഡോക്ടർ റോബിനോടുള്ള സ്നേഹം കൊണ്ടാണ് ദിൽഷയ്ക്ക് വോട്ട് ചെയ്തത്. അങ്ങനെയെങ്കിലും റോബിൻ ജയിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ദിൽഷയ്ക്ക് വോട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ ഡെഫിനറ്റ്ലി സാബു ചേട്ടൻ, അങ്ങനെ എല്ലാവരും. പക്ഷേ ഈ ഒരു വട്ടം ഡെഫിനറ്റ്ലി ഞാൻ പറയാം അനുമോള് വിന്നറാവേണ്ട ആളായിരിക്കാം. അതിജീവിച്ച് വന്ന് 100 ദിവസം അവിടെ നിന്ന് അതിജീവിച്ച ഒരാളെന്ന നിലയിൽ ഡെഫിനറ്റ്ലി അനുമോള് വിന്നറാവേണ്ടതാണ്. പക്ഷേ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം അനീഷ് ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അനീഷാണ് വിന്നറാവാൻ. എൻ്റെ ദൈവമേ സത്യമായിട്ടും എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. ഞാൻ ആ ഫിനാലെ കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അനീഷ് ഇപ്പോൾ വിന്നറാകും, അനീഷ് വിന്നറാകും. പക്ഷേ അനുമോളുടെ കൈ പിടിച്ചെടുത്തപ്പോൾ സത്യം ആ സെക്കൻഡിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. അനീഷ് വിന്നറാകണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട്. അപ്പോൾ ഇപ്പോൾ അനുമോളുടെ PR ചെയ്യുന്നവർ, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർ വന്ന് തന്നെ ചീത്ത പറയുമായിരിക്കാം. മാറിയിരുന്ന് കരഞ്ഞോളൂ എന്ന് പറയായിരിക്കും. മാറിയത് കരയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ഗെയിമാണ്, എല്ലാവർക്കും അറിയാം ഇതൊരു ഗെയിമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ വിന്നറാവാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അനീഷിനെ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അനുമോളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അവർ നോക്കുമ്പോൾ അവരുടെ ഭാഗം ശരിയാണ്, ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗം ശരിയാണ്. അപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീം വിചാരിക്കുന്നത് അനീഷ് നല്ല ആളാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. അത് എൻ്റെ ഇഷ്ടം ഇങ്ങനെയായിരുന്നു, എൻ്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു. മുടങ്ങാതെ ഈ സീസൺ വരെയും കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ ഈ സീസണും കാണാൻ തന്നെ വെച്ച് കണ്ടത്. എന്താ പറയുക, ഒരു 4th, 5th, 6th വീക്കൊക്കെ തൊട്ടാണ് അനീഷിനോട് നമുക്ക് ആ ഒരു സിമ്പതി എന്ന് പറയാൻ പറ്റത്തില്ല, അനീഷിനോട് ആ ഒരു സ്നേഹം നമുക്ക് വന്നു തുടങ്ങിയത്. അനീഷ് വിന്നറാകും എന്ന് തന്നെ വിചാരിച്ചത് അതുകൊണ്ട് മാത്രമാണ്. എനിവേ എൻ്റെ മനസ്സിലെ വിന്നർ അനീഷ് മാത്രമാണ് വിന്നർ. അനുമോളോട് ഇപ്പോഴും വീണ്ടും പറയുന്നു, അനുമോളോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അനുമോളെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടോ അല്ല, അനീഷ് ഈ സീസണിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ വേറെ ആരെയും സപ്പോർട്ട് ചെയ്യാത്തത്. എൻ്റെ മനസ്സിലെ വിന്നർ അനീഷാണ്. പക്ഷേ അനുമോളോട് സ്നേഹമുണ്ട്, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.